ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പിന്നെയും കുക്കിംഗ് വ്ളോഗാണ്. അപ്പം അപ്പം നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാം. ഇന്ന് നമ്മുടെ ഷെഫ് പുതിയൊരു ഷെഫാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണിച്ചു തരാം. എന്നപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഷെഫിൻ്റെ അടുത്ത് ഫോണിലൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ വീഡിയോ ഉണ്ടാക്കുന്നത്. അല്ല, പുതിയ റെസിപ്പി ഉണ്ടാക്കുന്നത്. എന്തെടുക്കാം, മേലിന് കുറച്ചെടുത്താൽ മതി, കേട് വരുത്തണ്ട. ആവശ്യമുള്ളതുമായ സാധനങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. അവിടെ ഉണ്ട്, അത്രയൊന്നും വേണ്ട. കഴിച്ച് നമ്മളവിടെ എടുത്ത് നമ്മളിവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് പറഞ്ഞോട്ടില്ലേ കുട്ടി? പറഞ്ഞോട്ട് എന്താണ്? ഗ്രീൻ ചില്ലി. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കൊടുക്കുന്ന ചിക്കനായിരുന്നു. അതിന്ന് ഇബൂനൊരു ഐഡിയ വന്നു. പെട്ടെന്നാണ് ഗ്രീൻ ചില്ലി പൊരിച്ച് വന്നത്. അത് കഴിക്കുന്ന രസമാണ്. ചിക്കനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കറി ലീവ്സ് പൊട്ടിക്കാൻ പോകണം, അതായത് കറിവേപ്പില. വേപ്പില നമുക്ക് എടുക്കാം. കുറച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാട് നഗരം. നമ്മുടെ പാലക്കാട് ഫ്ലാറ്റ്. പാലക്കാട് നൂറിന് ഫ്ലാറ്റ്. ഇതേ നൂറിന് പാലക്കാടാണ്. ഇവിടുന്ന് കുറച്ചങ്ങനെ നടന്നാൽ നമ്മൾ KSRTC കോട്ട മൈതാനം. KSRTC സ്റ്റാൻഡ് അതിങ്ങനെ കോട്ട മൈതാനം. ഞങ്ങൾ ഇവിടുന്ന് നടന്നിട്ടാണ് കോട്ട മൈതാനത്തേക്ക് പോവാറ് പണ്ട്. വണ്ടിയൊക്കെ ഇപ്പോഴാണ് ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യുന്നത്. ഫ്രഷ് മാവോ വെള്ളം നോക്കി എടുത്തിട്ടാണല്ലേ ചെറുക്കി എടുത്തിട്ട് നമുക്ക് മതിയോ? ചിക്കൻ ചില്ലി മതി. കറുവപ്പിൻ്റെ ഇടണേ. കറുവപ്പിൻ്റെ പറഞ്ഞിട്ടില്ലേ? പണ്ടല്ലേ? പണ്ടില്ലെങ്കിൽ എന്താ പ്രശ്നം ഇടുന്നൊക്കെ ചെയ്യും. ഗ്രീൻ ചില്ലി നമ്മൾ എന്തൊക്കെയാണ് ഇടാൻ പോകുന്നത്? ഗ്രീൻ ചില്ലിയില് ഇങ്ങനെ പച്ചക്കളറാ. ഗ്രീൻ ചില്ലിയില് മല്ലിത്തള, പെരുംജീരകം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മളതൊക്കെ പോയിട്ട് ബ്രഹ്മത്തൻ. നമ്മൾ ഓൾറെഡി അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ? തൈരും കുഴയ്ക്കുമ്പോൾ തൈരൊക്കെ കുഴയ്ക്കുമ്പോൾ ഒപ്പാട് കുഴക്കില്ലേ? അപ്പം അത് തൈര് കുറച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്കൊന്നും ഇല്ല. ഡ്രസ്സിൽ പോകണം, അങ്ങനെയൊക്കെ എടുക്കേണ്ട, ഒതുക്കിയിട്ട് എടുക്കേണ്ട. എൻ്റെ യൂട്യൂബ് ചാനൽ അഥവാ കട്ടായി ഒന്ന് നാല് വെച്ച് നോക്ക്. അല്ലേ ഇതൊക്കെ ഉപ്പൊക്കെ ഇടുമ്പോഴേ ശരിയാവാ.
ഉപ്പിട്ടിക്കണ ഉപ്പുപൊടി പിന്നെ ഇടാം. അത് വലിയ കൊട്ടണം, സ്പൂൺ എടുത്ത് കൊട്ട്. കൊട്ട് വെള്ളം ഞാൻ ഓ അതൊക്കെ ഉണ്ട്. തൈര് ഇട്ട് തരാം. കുഴക്കേണ്ട കൈ സ്പൂണ് കൊണ്ട് ഇളക്കുന്നുണ്ട്. മസാലകളെല്ലാം തന്നെ എന്താ മസാല ഇടാള് ഷർട്ട് പണിയില്ല, അതിനകത്ത് തിരിഞ്ഞു കൊടുക്കില്ല. തങ്ങൾ കിട്ടും തത്തിലായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തിരുമണം അതിനാണ് ഉമ്മാന്ന് മലപ്പണ്ണ പറയണ്ട സീരിയല്. അപ്പോഴും സീരിയൽ. ഉപ്പിട്ടാ എവിടെ മദർലാൻഡ്? ഉപ്പില്ലേ? നമ്മളെ നെയ്റ്റ് നടക്കാൻ പോയില്ല. ഉപ്പെടുക്ക് പോകും. മഞ്ഞപ്പൊടി ആ ഒരുപാട് മഞ്ഞപ്പൊടിയൊക്കെ ഇവിടെയാണ്. എൻ്റെ രസം റെഡിയായിരുന്നു. രസം റെഡി. രസമായിട്ടുണ്ട്. പിന്നെ ഉപ്പിടണ്ടേ? അവിടെ ഏത് ഉപ്പിടണ? പൊടിയുപ്പ്. ആ പൊടി കുറച്ച് വേണ്ടി നീ കുറച്ച് എത്ര ആണ് ആൻറ്റി? ആ ഇടണ്ട് ഇടറാ പിടിക്കണ്ട. എനിക്ക് കുറച്ചും കൂടി ഇട്. അതിൽ വെള്ളം എങ്ങനെ ആയി വന്നിക്കണം. നിൽക്ക്, വെള്ളത്തിൽ ഇരുന്ന് വരികയാണേ. ഇല്ല ഇതിനെ ഇതിൽ പൊടി ഇടുന്നത് അതാണ്. കോൺഫ്ലവർ പൊടി ഇട്ടിരിക്കണവരെ മുട്ട ഇട്ടിക്കണം. ഞങ്ങളുടെ ഉപ്പുപാത്രം പൊട്ടിക്കണ്ട. അങ്ങനെ മൈദപ്പൊടി ഇത്തിരി ഇട്ടാൽ മതിയാ. കോൺഫ്ലവർ പൊടി നേരം ആ വെള്ളമൊക്കെ കളഞ്ഞത് ഈ തൈരിക്ക് ഇങ്ങനെ ചതച്ചേർത്തി അതിന് വന്നിട്ട് ഇരിക്കും ഇവിടെ. അതിലവരും വരും ഇവിടെ. അവർ കാണിക്കുമ്പോൾ അങ്ങനെ അതിനാ പൊടി പൊടിയേ കോൺഫ്ലവർ പൊടി ഒരു പൊടി ഇട്ടില്ല. ഒരു മുട്ട ഇട്ടവര് ഒന്നും ഇട്ടിട്ടില്ല. ഇത് വെള്ളം കളഞ്ഞില്ല. അതാണ് സംഭവം. വെള്ളമൊക്കെ കളഞ്ഞു. പിന്നെ എങ്ങനെ തൈരില് വെള്ളം വരില്ലടാ ചെക്ക. കട്ടി ഇപ്പൊ നീ ഫോട്ടോ എടുത്ത് നോക്ക്. ഇത് കട്ടിയായിട്ടിരിക്കണ്ടാവും. ഇത് പച്ച കളർ പിടിക്കണം. ഇത് വെള്ളം ഇത് ഫോണിൽ ഓണാക്ക്. അപ്പൊ ഇത് നോക്കാം, കാണാം പച്ചക്കളറിൽ. ഇവിടെ നമ്മള് മഞ്ഞപ്പൊടി ഇട്ടാ പിന്നെ പച്ചക്കളർ പോവില്ലേ? മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഈടെ അങ്ങോട്ടൊക്കെ പിസ്കി പിസ്കി ഇടും ചെയ്യുന്ന കഴിഞ്ഞ് പോവാ. ആട് കൈ ഉപ്പിട്ടാ വേണ്ട. നല്ല എരിവുണ്ടാവില്ല. ഇതുണ്ട് കുറുന്നൻ തന്നെയാണല്ലോ. പിന്നെ എന്താ കുറുന്നനല്ല, അന്ന് വെള്ളമൊന്നുമില്ല. കാല് ചോട്ടുണ്ടാ മുറി. പച്ചക്കളർ മസാല വെള്ളം തൈര് കൂടി വേണം. 2 പീസും കൂടി ഇട്ടാലോ. അതിൽ നിന്നിട്ട് കാര്യമില്ല. ഇതാ ഇത് കട്ടി തന്നെടാ. ഇത്തിരി മൈദപ്പൊടി വേണമെങ്കിൽ മൈദപ്പൊടി ഇടും. കോൺഫ്ലവർ പൊടി ഇല്ലേ നമ്മുടെ അവിടെ? അവിടെ നിന്ന് ഇത്തിരി കുറുക്കം വരാനിടണം. അതില്ലേ ഉപ്പല്ലേ? ഉപ്പിടായി പോവോ? ഈ ഉപ്പൊക്കെ പേടിച്ചിടണേ. കുറച്ചിടും ഉപ്പ്. എരിവേ ഇല്ല. ഉപ്പ് കൂടി വേണ്ട എന്നെ പറയാം. കുറച്ചും കൂടി ഇടും. ആ മതി മതി. 19s ഒക്കെ തന്ത വൈബാന്ന് പറയണ അതളക്ക്. അല്ല അത് ഇതാക്ക്. ഓക്കെ, അത് ഫോട്ടോ എടുക്കുമ്പോൾ കളർ ഇങ്ങനെ വരുന്നു. പച്ച കളർ വന്നാ
കണ്ടോ ഗ്രീൻ ഗ്രീൻ കളറല്ലേ? പക്ഷെ ഇതില് നല്ല കളർ ഉണ്ട്. ഇതില് പക്ഷെ അത്ര ലൈറ്റ് ആണ് അല്ലേ? അതാ മല്ലിത്തറ ഗ്രീൻ ചില്ലി. ഗ്രീൻ ചില്ലി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. യെല്ലോ ചില്ലി ആയ പോലെ ഉണ്ട്, ഒരു മഞ്ഞ കളർ ഇല്ല അല്ലേ? ഗ്രീൻ ആണ്, ഗ്രീൻ ചില്ലി. ഗ്രീൻ കാണുന്നില്ല. ഗ്രീൻ ചില്ലി നമ്മൾ ഇത് പൊരിക്കണം. കുരുമുളക് രുചിയുണ്ടോ? ഇല്ലടാ കുറച്ച് കടലമാവ് ഇട്ട് നോക്കിയാലേ അവരെന്തിട്ട് എന്നിട്ട് കുറച്ച് കോഴി ഇട്ട് കുറച്ച് കടലമാവ് കിട്ടണ അതല്ലേ ആണ്ടല്ലേ റെഡ് ചില്ലി ചില്ലിന് മണവിൽ ഇടുന്നില്ല അത് ഇടണ്ടാ. ഇതിന്റെ റെസിപ്പി നമ്മൾ എടുത്തില്ല. ഇതാണ് ഏറ്റവും വെറൈറ്റി. ഇതൊരു ഇതാണ് സംഭവം. ചിക്കൻ കടായി അതില്ലാത്ത പേര് ഇനി ചിക്കനെ പൊരിച്ചിട്ട് ഇതിൽ കടായി ചിക്കൻ. ചോറ് തട്ടി വിളിച്ചിട്ടുണ്ട്. റെഡ് ഗ്രീൻ ഇത് പെരി പെരി പറയില്ല. വരുമൊക്കെ മതിയെ നോക്കും. നമുക്ക് മതി. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എത്ര മിനിറ്റ് റെസ്റ്റ് ചെയ്യണം? നേരെ വെക്കി. ഇനി അടയും. റെസ്റ്റ് ഒരു എത്ര മിനിറ്റ് ആണ്? കടായി ചിക്കൻ ആവണ വരെ. വെള്ളം കളയി. ആ വെള്ളം അച്ഛൻ്റെ വെള്ളം ഞങ്ങൾ അയ്യേ മതി. അതിന്റെ ബ്ലഡൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഇല്ലേ? ബ്ലഡ് ടെസ്റ്റ്. ഒരു ചട്ടി വേണ്ട. മണം എന്നിട്ട് കയ്യിലെടുക്ക്. മറ്റേത് മരക്കയ്യിൽ കട ഇത് ചട്ടി പൊട്ടിയിട്ടുണ്ട്. മരക്കൈ എടുക്കൂ. മരക്കയില് സ്പൂണുണ്ട്. അല്ലടാ അതിൻ്റെ ഇതുണ്ടേ എവിടെയാണ്? മരക്കയിൽ തന്നെ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ചട്ടി പൊട്ടി വേണം. തീര് കയ്യിലിട്ടാൽ ചട്ടിനെ സംരക്ഷിക്കണം നമ്മൾ. 450 ഉറുപ്പ്യേൻ്റെ ചട്ടിയാണ്. 450 തന്നെ ഉണ്ട്. അത് അതിന് കൂടിയെന്ന് അറിയില്ല. അത് കൂടുതലാണ് ചാൻസ് കുറയില്ല. ഈ ചട്ടിക്ക് വില ഉണ്ടില്ല. നമ്മൾ കടായി ചിക്കൻ ഒന്ന് ആവട്ടെ. ഇത് അടച്ചു വെക്കണം. ഈ കടായി ചിക്കൻ്റെ റെസിപ്പി പറയൂ വേണ്ടി. എന്തൊക്കെയാണ് ഞാൻ ഇട്ടപ്പോ ഇങ്ങനെ ആയിന്. കടായി ചിക്കനില് ആദ്യം ചട്ടി വയ്ക്കുക. എന്നിട്ട് ഇല്ലടാ എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിൽ കുറച്ച് നല്ല ജീരകം ഇടുന്നുണ്ട്. നല്ല ജീരകമല്ല, പെരുംജീരകം ഇടുന്നുണ്ട്. ഉലുവ ഇടുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഫസ്റ്റ് വന്നിട്ടാ കറുവേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. ചെറിയുള്ളി ഒന്നിട്ടിട്ട് വണക്കിയിട്ട് ഈ വലിയ ഉള്ളിയില്ലേ അത് ഇതിലിട്ട് നല്ല വണക്കം. വണങ്ങാൻ വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഒരു ഉപ്പിടുക. ഉപ്പിട്ട് നന്നായി വണങ്ങി വരും. എന്നിട്ട് പിന്നെ നമ്മൾ ചതച്ചതില്ലേ
ഇഞ്ചി വട്ടറം ഇഞ്ചി വെളുത്തുള്ളി ഇത്തിരി ചെറുള്ളി ഇല്ലേ അത് ഇട്ടിട്ടുണ്ട് ഒക്കെപ്പാട് ചതച്ചത് ഇത് വേണ്ടിയിട്ട് നല്ല വണക്കുക. എന്നിട്ട് നല്ല വണങ്ങി വരുമ്പോൾ തക്കാളി ഇടുക. ഞാൻ 2 തക്കാളിനെ ഇട്ടിട്ടുള്ളൂ ഇതിൽ. തക്കാളി ഇട്ടു. അത് വണങ്ങി വന്നപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ടു. പിന്നെ നമ്മൾ ചിക്കൻ കടായിക്ക് ശരിക്കും ചിക്കൻ പൊരിച്ചിട്ടാണ് ഇതിലിടുക. ഞാൻ ഇന്ന് പൊരിച്ചിട്ടില്ല, കുട്ടികൾ വേറെ പൊരിക്കുന്നുണ്ടല്ലോ, അത് കാരണം പിന്നെ അത് പൊരിച്ചിട്ടുള്ള ഇതിന് ഇങ്ങനെ ഇട്ടിട്ട് ഇതാക്കി ഗ്രേവിയാക്കി. ഓക്കെ ഓക്കെ. നല്ല വണങ്ങി വണങ്ങി വേകട്ടെ. ലാസ്റ്റ് നമുക്ക് റെസ്റ്റ് ഇരിക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണം. അപ്പോൾ നല്ല നന്നായിട്ടുണ്ടാവും. ശരിക്കും പൊരിച്ചിട്ടുണ്ടല്ലേ? പൊരിച്ചിട്ടിടുമ്പോഴാണ് അതാണ് ചിക്കൻ കടായി പറയാം. വെളിച്ചെണ്ണ വയ്ക്കുക. പുതിയ നമുക്ക് ഗ്രീനും റെഡും പൊരിച്ചാൽ അറിയുന്നു അല്ലേ? വെക്കാണ്ട് ഇട്ടാ കടായി ചിക്കൻ. ആ അതന്നെ എന്തായിരുന്നു അത്? കടായി ചിക്കൻ്റെയും ഗ്രീൻ ചില്ലിയുടെയും റെസിപ്പി നിങ്ങൾ കണ്ടല്ലോ, കണ്ടിരിക്കുമായിരിക്കും. ചിക്കൻ കടായി, ചിക്കൻ ചുക്ക. നമ്മുടെ ഗ്രീൻ ചിക്കൻ ചില്ലി റെഡി ആയിരിക്കുകയാണ്. ഗ്രീൻ ചില്ലിയും ചോറും കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ ഗ്രീൻ ചില്ലിയുടെ ഗ്രീൻ ചില്ലിയുടെ വൈൻഡപ്പ് എടുത്തില്ല. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്യാമറ ഓൺ ആയിരുന്നില്ല ഗൈസ്. ആൾക്കാർ കടണ്ട്, അപ്പോൾ അങ്ങനെ ക്യാമറ ഓൺ ആയിരുന്നില്ല. അപ്പോൾ ഇതാണ് വൈൻഡപ്പ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണൊക്കെ അടിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.